ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നിങ്ങൾക്ക് എൻ്റെ തമ്മയിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. PCOD അല്ലെങ്കിൽ തൈറോയിഡ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് വന്ന അനുഭവവും ഞാൻ അതിൽ എന്തൊക്കെ പഠിച്ച് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന്. അപ്പോൾ PCODും തൈറോയിഡും കോമൺ ആയിട്ട് ഇപ്പം ഒരു 99 അല്ലെങ്കിൽ 97% ഒക്കെ സ്ത്രീകളിലുള്ളതാണ് PCODും തൈറോയിഡും. പക്ഷെ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് ആരംഭത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. തൈറോയിഡ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ തൈറോയിഡായിരുന്നു. തൈറോയിഡ് ഞാൻ കണ്ടുപിടിച്ചത് കല്യാണം കഴിഞ്ഞു ഒരു 2-3 മാസത്തിലാണ് എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത്. അതിനു മുമ്പേ ഞാൻ ഇത് കാര്യമായിട്ടേ എടുത്തിരുന്നില്ല. കാരണം എനിക്ക് പീരിയഡ്സ് കറക്റ്റ് ആവില്ല. ഓക്കെ, പീരിയഡ്സ് കറക്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. പീരിയഡ്സ് വരുമ്പോൾ വരട്ടെ അങ്ങനെ. പക്ഷെ ആരും ആ ഒരു തെറ്റ് ചെയ്യരുത്. എല്ലാവരും പീരിയഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് എന്താണ് പ്രോബ്ലം എന്ന് നമ്മളത് അന്വേഷിക്കണം. എന്താണ് പ്രോബ്ലം, നമുക്ക് എന്താണ് മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നെല്ലാം നമ്മൾ അറിയണം. അപ്പോൾ ഞാൻ വന്നിട്ട് തൈറോയ്ഡ് എനിക്ക് പീരിയഡ്സ് കറക്റ്റ് ആവാതിരുന്നു. അത് കഴിഞ്ഞ് പീരിയഡ്സ് വരും എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 തവണ, ഒരു മാസത്തിൽ 3 തവണ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, നമുക്കിനി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയപ്പം രക്തത്തിൽ നോക്കിയപ്പോൾ തൈറോയ്ഡ് ഉണ്ട്. എനിക്ക് കൂടുതലല്ലായിരുന്നു, കുറവായിരുന്നാലും എനിക്ക് പീരിയഡ്സ് അതേപോലെ പീരിയഡ്സ് ഒന്നും കറക്റ്റായിട്ട് വന്നില്ല, കുറവായിരുന്നിട്ടും. അപ്പം അവർ പറഞ്ഞ് ശരി, ഗുളിക തരാം, ഈ ഗുളിക എടുത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളിൻ്റെ ലിസ്റ്റും അവർ തന്നിരുന്നു. മരിച്ചീനി, കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ കഴിക്കരുത്, പഴവർഗ്ഗങ്ങൾ, ഇലക്കറി ഐറ്റങ്ങൾ നിറയെ കഴിക്കാം, അടുത്ത് റൈസ് എടുക്കരുത് എന്നെല്ലാം അവർ പറഞ്ഞിരുന്നു. ഞാൻ ഇതെല്ലാം കൺട്രോൾ ചെയ്തു. ആ ഗുളികയും കഴിച്ചപ്പോൾ എനിക്ക് ഏകദേശം എല്ലാം മാറിയായിരുന്നു. തൈറോയിഡിൻ്റെ പ്രശ്നം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. അടുത്ത് ഗുളികയും ഞാൻ മുടങ്ങാതെ എടുത്തിരുന്നു. അങ്ങനെ എനിക്ക് തൈറോയിഡിനുള്ള ഏകദേശ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു വയറുവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന. ഇത് എന്തിങ്ങനെ വയറുവേദന വന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ വയറിൽ നമുക്ക് തൊടുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ഒരു വേദന, നല്ലൊരു വേദന. എൻ്റെ മനസ്സിൽ ദൈവം, ഇത് ക്യാൻസർ ആയിരിക്കുമോ എന്നെല്ലാം നല്ല ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല, രാത്രിയാകുമ്പോൾ കൂടുന്നു, രാവിലെ ആകുമ്പോൾ ജോലിയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല, നല്ല വയറുവേദനയാണ്. അവരങ്ങനെ വയറിനുള്ള സ്കാൻ എല്ലാം എടുത്ത് നോക്കിയിട്ടും ഗുളിക തന്നിട്ട് എനിക്ക് ഒരു കുറവുമില്ല. രാത്രി 1 മണി 2 മണി പോലെയൊക്കെ നല്ല വയറുവേദന എടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അടുത്ത് ഞാൻ വയറുവേദന കുറവില്ലാതെ അതേ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ് എനിക്ക് വയറുവേദന കുറവില്ല, ഇന്നലെയും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതേ ഉള്ളൂ എന്ന് അവരടുത്ത് പറഞ്ഞത് അവര് ശരി, അപ്പം നിനക്ക് വേറെ എന്തോ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് അവര് യൂട്രസ് സ്കാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്കാൻ എടുത്തുകൊണ്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് അവര് പറഞ്ഞത് വയറുവേദനയല്ല, യൂട്രസിൽ മുഴ എന്ന് വെച്ചാൽ PCOD അത് നല്ല കൂടുതലാണ് എന്ന്. കാരണം എനിക്ക് ഒരു ദിവസം ഞാൻ പെറോട്ട കഴിച്ചിട്ട് അന്ന് രാത്രി എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന എന്ന് വെച്ചാൽ എന്ത് പറയാ, വേദന എടുത്ത് ഞാൻ പൊളയും, അങ്ങനത്തെ വയറുവേദന. അങ്ങനെയാണ് രാത്രി 2 മണിക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇതേപോലെ അവര് ഇങ്ങനെ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ PCOD കൂടുതൽ. അപ്പൊ അവര് പറഞ്ഞ് ഒരിക്കലും മൈദ വെച്ചുള്ള ആഹാരം, അടുത്ത് ചോറ്, റൈസ്, അടുത്ത് നമ്മൾ ബേക്കറി ഐറ്റങ്ങൾ, ഈ പിസ്സ, ബർഗർ ഇതൊന്നും കഴിക്കരുത്. അതുവരയ്ക്കും ഞാൻ ഇതെല്ലാം നല്ല കഴിക്കുമായിരുന്നു. രാത്രി പകലെന്നില്ലാതെ ഇതെല്ലാം ഞാൻ നല്ല കഴിക്കുമായിരുന്നു. ബേക്കറി ഐറ്റം എല്ലാം ഞാൻ നല്ല പോലെ കഴിക്കുന്ന ഒരാളായിരുന്നു. അതേപോലെ പൊറോട്ട എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ ഒരു മാസത്തിൽ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും പൊറോട്ട കഴിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ശീലം. അപ്പൊ ഈ ഒരു വയറുവേദന വന്നതോടെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് വേറൊരു രീതിയിൽ അസുഖമാവുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് കംപ്ലീറ്റ് ഒഴിവാക്കി. എന്ന് വെച്ചാൽ പൊറോട്ട, എണ്ണ വകകൾ ഇതെല്ലാം ഒഴിവാക്കി ഞാൻ ഡയറ്റ് ആരംഭിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം നല്ലൊരു മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ഈ വയറുവേദന എനിക്ക് കുറഞ്ഞു. ആദ്യമുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വയറുവേദന. ഞാൻ PCODക്കുള്ള ഗുളിക എടുക്കുന്നുണ്ട്.
അതിൽ എനിക്ക് വയറുവേദന കുറഞ്ഞു. അടുത്ത് വന്നിട്ട് നല്ല ഒരു രീതിയിൽ എനിക്ക് PCOD ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. PCOD ആ ഒരു ഇത് അടുത്ത് എൻ്റെ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് നല്ല ഒന്ന് ശ്രദ്ധിക്കണം. PCOD തൈറോയ്ഡ് ഉള്ളവർ ഒരിക്കലും തന്നെ ഗോതമ്പ് ഗോതമ്പ് അതൊക്കെ കഴിക്കാം. മൈദ, പുറത്തുള്ള ആഹാരം നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല. കഴിക്കണമെന്ന് നമുക്ക് തോന്നും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു മാസത്തിൽ ഒരിക്കലായിട്ട് കഴിക്കണം. ഇപ്പൊ നമ്മളെല്ലാം പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം പൊറോട്ട, ചിക്കൻ അങ്ങനത്തെ അല്ലേ വാങ്ങിച്ച് കഴിക്കും. പിസ്സ, ബർഗർ അതൊന്നും കഴിക്കാതെ നമ്മൾ അതിനൊന്ന് കുറയ്ക്കണം. ഇപ്പൊ ദോശ, ചിക്കൻ കറി അങ്ങനെ. ഞാൻ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ പുറത്ത് പോയാൽ ദോശ, ചിക്കൻ കറി, ദോശ, ബീഫ് അങ്ങനെയൊക്കെ തന്നെ കഴിക്കും. പൊറോട്ട ഞാൻ നല്ല ഒഴിവാക്കി. കഴിച്ചാൽ ഒരെണ്ണത്തിൽ കൂടുതൽ അങ്ങനെ കഴിക്കൂല. കാരണം നമുക്കുള്ള വേദന നമുക്കേ അറിയാവൂ. അതുകൊണ്ട് ആരും ഈ ഒരു തെറ്റ് ചെയ്യരുത്. മൈദ വകകള് അടുത്ത് നമ്മളെ ബേക്കറി ഐറ്റത്തിൽ നിറയെ മൈദ ചേർത്തിട്ടുള്ള കുറേ ഇതുണ്ട് സാധനങ്ങൾ. അതൊന്നും കഴിക്കരുത്. PCOD തൈറോയ്ഡ് ഉള്ളവർ നല്ല ഒന്ന് സൂക്ഷിക്കുക. ഒരു മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലേ നമ്മൾ ഏകദേശം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്മെന്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.